യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെ. സുഭാഷ് ചന്ദ്രൻ്റെ ലഘു നോവലാണ് ജ്ഞാനസ്നാനം. 1930 മാർച്ച് 12-ന് സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി നടത്തിയ 25 ദിവസം നീണ്ട പദയാത്ര, അതാണല്ലോ ദണ്ഡി യാത്ര. ഈ യാത്രയിൽ ഔദ്യോഗിക കണക്കനുസരിച്ച് 79 പേർ പങ്കെടുത്തു. ഈ 79 പേരിലെ ഏറ്റവും ഇളയവനാണ് ലീലാധർ. ലീലാധറിൻ്റെ പ്രധാന ഉത്തരവാദിത്തം ഓരോ ദിവസത്തെയും കാര്യങ്ങൾ എഴുതി വൈകിട്ട് ബാപ്പുജിയെ ഏൽപ്പിക്കുക എന്നതാണ്. ലീലാധറിൻ്റെ യാത്രാനുഭവങ്ങളെ ഭാവനയിലൂടെ അവതരിപ്പിക്കുകയാണ് സുഭാഷ് ചന്ദ്രൻ. ഒടുവിൽ ദണ്ഡി കടപ്പുറത്ത് ബാപ്പുജിയോടൊപ്പം ലീലാധറിന് ജ്ഞാനസ്നാനം. ഈ പുസ്തകത്തിൽ ജ്ഞാനസ്നാനത്തെ ഒരേ സമയം ഒരു യാത്രയായും അതേസമയം ഒരു സംഭവമായും സുഭാഷ് ചന്ദ്രൻ അവതരിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസമുള്ള യാത്രകളിൽ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ലീലാധറിന് കാണേണ്ടി വന്നത്, അനുഭവിക്കേണ്ടി വന്നത്. ഒരു ദിവസം അവർ താമസിച്ച വീടിനടുത്ത് അല്ലെങ്കിൽ സ്ഥലത്തിനടുത്ത് ഒരു ആൽമരമുണ്ട്. ഈ ആൽമരത്തിൽ നിറയെ ഇത്തിരി പഴങ്ങളാണ്. ആ പഴങ്ങൾ തിന്നാൻ മരത്തിൽ ഏറെയും കുരങ്ങന്മാരാണ്. കുറച്ച് തത്തകൾ മാത്രമുണ്ട്. എന്നാൽ ഈ കുരങ്ങന്മാരെ തോൽപ്പിച്ച് ഇത്തിരി പഴം തിന്നാൻ ഈ തത്തകൾക്കാവുന്നില്ല. ലീലാധർ ശ്രദ്ധിച്ചപ്പോൾ കണ്ടത് ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ വല്ലാതെ പരുക്കേറ്റ ഒരു ചെറുകിളി കിടക്കുന്നു. ഈ ചെറുകിളിയുമായി ബാപ്പുജിയുടെ അടുക്കൽ ചെന്നപ്പോൾ ബാപ്പുജി ഈ ചെറിയ കിളിയെ തലോടിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് ലോകം, ശക്തന്മാർ ചെറുതിനോട് കാണിക്കുന്ന പരാക്രമമാണിത്. ബാപ്പുജിയോടൊപ്പമുള്ള ലീലാധറിന്റെ യാത്ര തുടരുകയാണ്. ഒരു തിങ്കളാഴ്ച ദിവസം, അന്ന് ബാപ്പുജി മൗനവ്രതത്തിലാണ്. അന്ന് രാത്രി അവർ വിശ്രമിച്ചത് അമോദ് എന്ന ഒരു സ്ഥലത്തെ ഒരു പരുത്തി ഫാക്ടറിയോട് ചേർന്ന ഒരു മുറിയിലാണ്. ദീർഘദൂരം നഗ്നപാതനായും അല്ലാതെയും ഒക്കെ നടന്നതുകൊണ്ട് ഗാന്ധിജിയുടെ പാദങ്ങൾ വല്ലാതെ വിണ്ടുകീറിയിട്ടുണ്ട്. വൈകിട്ട് ലീലാധർ ബാപ്പുജിയെ കാണാനും ആരോഗ്യ വിവരങ്ങൾ, ക്ഷേമം അന്വേഷിക്കാനുമായി മുറിയിൽ ചെന്നപ്പോൾ ഗാന്ധിജിയുടെ വിണ്ടുകീറിയ മുറിവേറ്റ കാൽപാദങ്ങൾ സ്വന്തം മടിത്തട്ടിൽ എടുത്ത് ഒരു വൃദ്ധനായ ഒരു മുസ്ലിം ആ മുറിവുകളിൽ എണ്ണ പുരട്ടുകയാണ്. ഇങ്ങനെ എണ്ണ പുരട്ടുന്നതിനിടയിൽ ഒരുപക്ഷെ ബാപ്പുജിയെ കണ്ടതിൻ്റെ ആവേശത്തിലോ ആദരവിൻ്റെ ആധിക്യം കൊണ്ടോ ആണോ എന്നറിയില്ല, ആ മനുഷ്യനെ വിയർക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഉപ്പുരസം കലർന്ന വിയർപ്പു തുള്ളികൾ ബാപ്പുജിയുടെ മുറിവിലേക്ക് വീണു. മുറിവ് നീറിയപ്പോൾ ഓ എന്ന് പറയാൻ തുടങ്ങിയ ഗാന്ധിജി ആ ഉപ്പുരസം പുരണ്ടപ്പോൾ ഓ എന്ന വേദന നിറഞ്ഞ ശബ്ദത്തെ ഓങ്കാരമാക്കി മാറ്റുന്നത് ലീലാധർ കണ്ടു. വേദനകളെ ഓങ്കാരമാക്കാൻ സഹജീവിയുടെ കണ്ണുനീരിന് സാധിക്കുമെന്ന് ലീലാധറിന് മനസ്സിലായി. യാത്ര തുടരുകയാണ്. അവസാനം അവർ ദണ്ഡി കടൽപ്പുറത്തെത്തി. ദണ്ഡി കടൽ മാമോദിസ തൊട്ടിയാകുന്ന ഒരു അപൂർവ അനുഭവത്തിന് ലീലാധറും പങ്കാളിയാവുന്നു, സാക്ഷി വഹിക്കുകയാണ്. അങ്ങനെ മാമോദിസായിക്കായി, സ്നാനത്തിനായി ദണ്ഡി കടലിലേക്ക് ഗാന്ധിജിയോടൊപ്പം ലീലാധറും ഇറങ്ങി. ഇവരിങ്ങനെ സ്നാനപ്പെടുന്നതിനിടയിൽ, സ്നാനം ഏൽക്കുന്നതിനിടയിൽ ഗാന്ധിജി ചോദിച്ചു, നിങ്ങൾക്കറിയാമോ എന്തിനാണ് നമ്മൾ ഈ ഉപ്പ് കുറുക്കി സമരം ചെയ്യുന്നത്? അവർ പറഞ്ഞു, അറിയില്ല. ഗാന്ധിജി പറഞ്ഞു, സസ്യാഹാരികളും മാംസാഹാരികളുമായ ജീവികളിൽ, മനുഷ്യരിൽ ജീവനുള്ളവയിൽ നിന്നല്ലാതെ കിട്ടുന്ന ഏക ഭക്ഷണ വസ്തു ഉപ്പാണ്. ഒന്നുകൂടെ പറയാം, ജീവനുള്ളവയിൽ നിന്നല്ലാതെ കിട്ടുന്ന ഏക ഭക്ഷണ വസ്തു, അത് ദിനവും കഴിക്കുന്ന ഏക ജീവി മനുഷ്യനാണ്. ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു, ജീവോ ജീവസ്യ ജീവനം, ജീവനുള്ള എല്ലാം മറ്റു ജീവനുകളെ ആഹാരമാക്കി ജീവിക്കുന്നു. ഉപ്പ് എന്ന അജൈവ വസ്തുവാണ് മനുഷ്യനെ ഒരു ജന്തു എന്ന നിലയിൽ നിന്നും മനുഷ്യനാക്കി ഉയർത്തുന്നത്. എന്താണ് ജ്ഞാനസ്നാനം? കേവലം ജന്തുവായിരിക്കുന്ന നമ്മളെ മനുഷ്യരാക്കി ഉയർത്തുന്നതാണ് ജ്ഞാനസ്നാനം. അന്ന് രാത്രി ഗാന്ധിജി, ബാപ്പുജി ലീലാധറിന്റെ കുറിപ്പ് വായിക്കുകയാണ്. അമോദ് എന്ന സ്ഥലത്ത് വെച്ച് തൻ്റെ മുറിവ് പുരട്ടിയ മനുഷ്യനെ കുറിച്ച് ലീലാധർ എഴുതിയ കുറിപ്പ് ബാപ്പുജി വായിക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്,
നീ എന്താണ് എൻ്റെ കാലിൽ മരുന്ന് പുരട്ടിയ, തൻ്റെ വിയർപ്പിലെ ഉപ്പുരസം കൊണ്ട് എനിക്ക് സൗഖ്യം നൽകിയ ആ മനുഷ്യനെ നീ മുസ്ലിം വൃദ്ധൻ എന്ന് പറഞ്ഞതെന്താണ്? അദ്ദേഹത്തിന് പേരില്ലേ? ബാപ്പുജിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഭയാനകമായ വാക്കുകൾക്ക് മുൻപിൽ ഗാന്ധി അകാരം ചേർത്ത് അതിനെ ഹൃദയാവർജകമാക്കും. ഭയാനകമായ വാക്കുകൾക്ക് മുൻപിൽ അകാരം ചേർത്ത് അതിനെ ഒരു ഹൃദയാവർജകമായ ഒരു അഭയപദമാക്കി മാറ്റും. ഹിംസയോട് അകാരം ചേർത്ത് ഗാന്ധിജി അഹിംസ എന്ന് പറഞ്ഞു. സ്തേയം അഥവാ മോഷണം എന്നതിനോട് അകാരം ചേർത്ത് ഗാന്ധി അസ്തേയം എന്ന് പറഞ്ഞു. പരിഗ്രഹം അല്ലെങ്കിൽ കവരുക എന്നതിനോട് അകാരം ചേർത്ത് ഗാന്ധി അപരിഗ്രഹം എന്ന് പറഞ്ഞു. അഭയപദങ്ങൾ സൃഷ്ടിച്ച മഹാത്മാവാണ് ഗാന്ധി. അമോദിൽ വെച്ച് തൻ്റെ മുറിവുണക്കിയ മനുഷ്യനെ വിശേഷിപ്പിക്കാൻ ഗാന്ധി മറ്റൊരു അഭയപദം കുറിച്ചു. ആ അഭയപദത്തിന്റെ പേരാണ് അമോദി. ഈ കഥയുടെ രാഷ്ട്രീയ മാനങ്ങൾ ഞാൻ തൽക്കാലം പരാമർശിക്കുന്നില്ല, അത് നിങ്ങളുടെ ആസ്വാദന ശേഷിക്ക് ഞാൻ വിടുകയാണ്. എന്താണ് ജ്ഞാനസ്നാനം? മുറിവുണക്കുന്ന അഭയപദങ്ങൾ തേടിയുള്ള സഞ്ചാരമാണ്. മുറിവുണക്കുന്ന അനുഭവമാണ് ജ്ഞാനസ്നാനം. ക്രിസ്തു എന്ന അഭയത്തിലേക്കും ക്രിസ്തു എന്ന അഭയപദം കണ്ടെത്തുന്നതിലേക്കുമുള്ള സഞ്ചാരത്തിൻ്റെ സമഗ്രമായ ഒരു പേരാണ് ജ്ഞാനസ്നാനം. സ്നാനം എന്ന വാക്ക് നമുക്കൊക്കെ പരിചിതമായ ഒരു വാക്കാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു അനുഭവമാണ്, ഒരു കൂദാശയാണ്. യേശു കർത്താവ് സ്ഥാപിച്ച 2 കൂദാശകളിൽ ഒന്ന് സ്നാനവും മറ്റൊന്ന് വിശുദ്ധ കുർബാനയുമാണല്ലോ. സ്നാനത്തിന് നമ്മൾ പല പേരുകൾ ഉപയോഗിക്കാറുണ്ട്. മാമോദീസ എന്ന പേര് നമ്മൾ ഉപയോഗിക്കും. ഇംഗ്ലീഷ് ഭാഷ കൂടുതൽ പരിചയമുള്ളവർ അതിന് ബാപ്റ്റിസം എന്ന് പറയും. എന്നാൽ CSI സഭയിൽ അവർ സ്നാനത്തിന് ഉപയോഗിക്കുന്ന വാക്ക് ജ്ഞാനസ്നാനം എന്നാണ്. നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും മാമോദീസ ക്രമത്തിലെ പ്രോമിയോനിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: തൻ്റെ മഹത്വമുള്ള ദിവ്യാലോചനയാൽ ആത്മീയമായ തൻ്റെ ആട്ടിൻകൂട്ടത്തിന് ജ്ഞാനാർത്ഥകമായ മാമോദീസായെ നിയമിച്ചവനായി. സ്നാനം എന്നത് യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്തോടും മരണത്തോടുമുള്ള അനുരൂപതയാണ്, അതിൽ തർക്കമില്ല. എന്നാൽ അതുമാത്രമല്ല, യേശുക്രിസ്തു എന്ന ജ്ഞാനത്തിൽ, യേശുക്രിസ്തു എന്ന അഭയത്തിൽ, യേശുക്രിസ്തു എന്ന അഭയപദത്തിൽ മുങ്ങി നിവരുന്നതിൻ്റെ പേരാണ് ജ്ഞാനസ്നാനം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ക്രൂശിലെ ഭോഷത്വത്തിൽ മുങ്ങി നിവരുന്നതിൻ്റെ പേരാണ് ജ്ഞാനസ്നാനം. നമുക്ക് ഈ വേദഭാഗത്തിലേക്ക് മടങ്ങി വരാം. ഈ വേദഭാഗം വളരെ പരിചിതമാണ്. ഈ വേദഭാഗത്തിന് ധാരാളം അർത്ഥ സാധ്യതകളുണ്ട്. വിശദീകരിക്കും തോറും ആഴം കൂടി വരുന്ന ഒരു വേദഭാഗവുമാണ്. എന്നാൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അതിൻ്റെ എല്ലാ അർത്ഥങ്ങളിലേക്കും പോകാൻ സമയമില്ലല്ലോ. ഏതാനും ചില കാര്യങ്ങൾ ചുരുക്കമായി ദൈവകൃപയിൽ ശരണപ്പെട്ട് നാം ജീവിക്കുന്ന കാലത്തോടുള്ള ബന്ധത്തിൽ ധ്യാനിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. ഈ വേദഭാഗം ഒരു പ്രധാന കഥാപാത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു പ്രമാണിയാണ്. ഹി വാസ് എ റൂളർ. പേര് നിക്കോദിമോസ്. 2 കാര്യങ്ങളാണ് യേശുവിൻ്റെ അടുക്കൽ അർദ്ധരാത്രിയിൽ വരുന്ന നിക്കോദിമോസ് പറയുന്നത്. ഒന്ന്, നിക്കോദിമോസ് പറയുന്നു അതിൻ്റെ 2ാമത്തെ വാക്യത്തിൽ, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. അപ്പോൾ നിക്കോദിമോസിന് യേശുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഒന്ന്, യേശു ദൈവത്തിൽ നിന്ന് വന്നയാളാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾക്ക് ആധികാരികതയുണ്ട്. അപ്പോൾ നിക്കോദിമോസ് തൻ്റെ ജ്ഞാനസാഗരത്തിൽ വെച്ച്, അല്ലെങ്കിൽ തൻ്റെ ജ്ഞാനത്തിൻ്റെ അളവ് വെച്ച് യേശുവിനെ മനസ്സിലാക്കുന്നത് യേശു ഒരു ഉപദേഷ്ടാവാണ്, അഥവാ ടീച്ചറാണ്. അത് വെറുമൊരു അധ്യാപകനല്ല, ദൈവത്തിൽ നിന്ന് വന്ന ഉപദേഷ്ടാവ്. വീണ്ടും നമ്മൾ തുടർന്ന് വായിക്കുന്നു. നിക്കോദിമോസിന്റെ അറിവിന്റെ 2ാമത്തെ സൂചന, ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ 2 തരത്തിലുള്ള അറിവാണ് നിക്കോദിമോസിന് യേശുവിനെ കുറിച്ചുള്ളത്. ഒന്ന്, ദൈവത്തിൽ നിന്ന് വന്നയാളാണ്, ദൈവത്തിൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണ്. 2, യേശു എന്നത്, അല്ലെങ്കിൽ യേശു എന്ന വ്യക്തി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ചെയ്യാൻ കഴിയുന്നതിൻ്റെ കാരണം ദൈവം യേശുവിനോട് കൂടെ ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഒന്നുകൂടെ പറയാം.
രണ്ട് അറിവാണ് നിക്കോദിമോസിനുള്ളത്. ഒന്ന്, ദൈവത്തിൽ നിന്ന് വന്ന അധ്യാപകൻ, ദൈവത്തിൽ നിന്ന് വന്ന ഉപദേഷ്ടാവ്. രണ്ട്, യേശു കർത്താവ് ഒരു അത്ഭുതങ്ങൾ ധാരാളം ചെയ്യുന്നയാളാണ്, അടയാളങ്ങൾ ചെയ്യുന്നയാളാണ്. ഈ അടയാളങ്ങളൊക്കെ ചെയ്യാനുള്ള കാരണം ദൈവം യേശുവിനോട് കൂടെയാണ്. ഇവിടെ എന്താണ് നിക്കോദിമോസിന് അറിയാൻ കഴിയാതെ പോയത്? ദൈവത്തിൽ നിന്ന് വന്നയാളാണെന്നറിയാം, ദൈവം കൂടെ ഉള്ളയാളാണെന്നറിയാം, എന്നാൽ യേശു ദൈവമാണെന്ന് നിക്കോദിമോസിന് അറിയില്ല. അത് വളരെ പ്രധാനമാണ്. ദൈവത്തിൽ നിന്ന് വന്നയാളാണ്, ദൈവം കൂടെയുള്ളയാളാണ്, എന്നാൽ യേശു ദൈവമാണെന്ന് നിക്കോദിമോസിന് വേണ്ടത്ര ധാരണയില്ല. ഈ യുക്തിയുടെ പേരാണ് പരിച്ഛേദന യുക്തി, ദ ലോജിക് ഓഫ് സർക്കംസിഷൻ. ഈ ഒരു യുക്തിയെക്കുറിച്ച് പിന്നീട് വിശദമായി പറയുന്നത് കൊണ്ട് തൽക്കാലം ഞാൻ ആ യുക്തിയെക്കുറിച്ചുള്ള വിശദീകരണം ഒഴിവാക്കുകയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് വന്ന അധ്യാപകൻ അല്ലെങ്കിൽ ഉപദേഷ്ടാവ്, ദൈവം കൂടെയുള്ള അധ്യാപകൻ, ദൈവം കൂടെയുള്ള ഒരു വണ്ടർ വർക്കർ. ഈ രണ്ട് പരാമർശങ്ങളും കേട്ടപ്പോഴാണ് യേശു വളരെ സുപ്രധാനമായ ഒരു പഠിപ്പിക്കലിന് വഴി തുറക്കുന്നത്. തന്നെ ദൈവമായി തിരിച്ചറിയാതെ താൻ ദൈവത്തിൽ നിന്ന് വന്നയാളാണെന്നും ദൈവം തന്നോടുകൂടെ ഉള്ളയാളാണെന്നും മാത്രം നിക്കോദിമോസ് പറഞ്ഞപ്പോൾ യേശു എക്കാലത്തെയും പ്രസിദ്ധമായ ഒരു വാചകം പറയാണ്: ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവത്തെയും അല്ലെങ്കിൽ ദൈവരാജ്യത്തെയും കാണാൻ കഴിയില്ല. അൺലെസ് യു ആർ ബോൺ അന്യൂ യു ക്യാൻ നോട്ട് സീ ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ നിക്കോദിമോസിന്റെ ജ്ഞാനം അനുസരിച്ച് യേശു ദൈവത്തിൽ നിന്നുള്ള ആളാണ്, യേശുവിനോടൊപ്പം ദൈവമുണ്ട്. പക്ഷെ യേശു ദൈവമാണെന്ന് അറിയണമെങ്കിൽ പുതുതായി ജനിക്കണം. എന്നാൽ യേശുവിൻ്റെ ഈ പുതുതായി ജനിക്കണം എന്ന പ്രയോഗം, ആ പ്രയോഗത്തെ അല്ലെങ്കിൽ ആ ഒരു ഫ്രേസിനെ അതിൻ്റെ ഒരു ക്രൂഡ് ലിറ്റററി ഫോമിലാണ് അല്ലെങ്കിൽ അതിൻ്റെ കേവലമായ ആക്ഷരിക അവസ്ഥയിലാണ് ഈ നിക്കോദിമോസ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചോദിച്ചു, അതെങ്ങനെ പറ്റും? ഇനി പുതുതായി ജനിക്കണമെങ്കിൽ ഞാൻ വീണ്ടും അമ്മയുടെ ഉദരത്തിലേക്ക് പോണോ? അപ്പോൾ യേശു ആ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും മറ്റൊരു വിധത്തിൽ പറയുകയാണ്. അതായത് പുതുതായി ജനിക്കണം എന്ന് പറഞ്ഞത് നിക്കോദിമോസിന് മനസ്സിലാകാത്തത് കൊണ്ട് യേശു താൻ പറഞ്ഞ കാര്യം വീണ്ടും മറ്റൊരു തരത്തിൽ പറയുകയാണ്. ഇത് ഒരു യഹൂദന്മാരുടെ പഠന സമ്പ്രദായത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ബോധന രീതിയാണ്. ആദ്യം ഒരു കാര്യം, അതായത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടെ പറയണമെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്നത് ആമേൻ ആമേൻ, അത് ഒരു രീതിയാണ്. എന്നാൽ അതേ കാര്യം അതേ പ്രാധാന്യത്തോടെ വീണ്ടും പറയാൻ, അത് ആവർത്തിക്കുന്നതിന് പകരം അതേ കാര്യം മറ്റൊരു തരത്തിൽ പറയും. ഇത് പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിലും ഈ ഒരു ബോധന സമ്പ്രദായം നമുക്ക് കാണാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യരോട് പറയുന്നുണ്ട്: എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഈ കാര്യം പൗലോസ് പറഞ്ഞതിന് ശേഷം അടുത്ത വാക്യത്തിൽ 9-ാമത്തെ വാക്യത്തിൽ അതേ കാര്യം മറ്റൊരു തരത്തിൽ വീണ്ടും പറയുകയാണ്. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഫലത്തിൽ 8ഉം 9ഉം വാക്യങ്ങൾ ഒരേ കാര്യം തന്നെ പറഞ്ഞിരിക്കുക. ഇവിടെയും ഏതാണ്ട് അതേ ഒരു ജൂവിഷ് പെഡഗോഗിയാണ്, ബോധന സമ്പ്രദായമാണ് യേശു ഉപയോഗിക്കുന്നത്. ആദ്യം പറയുന്നു, നീ പുതുതായി ജനിക്കണം. നിക്കോദിമോസിന് മനസ്സിലായില്ല. വീണ്ടും പറയുന്നു, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണാനും മാത്രമല്ല അതിൽ പ്രവേശിക്കാനും കഴിയുകയില്ല. ഈ വേദഭാഗത്തിന്റെ കൂടുതൽ പൊരുളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് ഈ പുതുജനനം എന്ന വാക്ക്, ബോൺ അന്യൂ, പുതുതായി ജനിക്കണം. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ആർ യു എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ? ഈ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ എന്ന് പറയേണ്ട കാര്യമില്ല. വെടിവെക്കുകയും തല്ലിക്കൊല്ലുകയും കൂടെ ചെയ്യണ്ട. ഒന്നീ ക്രിസ്ത്യൻ എന്ന് പറയണം, അല്ലെങ്കിൽ ബോൺ അഗെയിൻ എന്ന് പറയണം. കാരണം പുതുതായി ജനിക്കാത്ത ഒരാൾ ക്രിസ്ത്യാനി അല്ല.
അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നയാൾ പുതുതായി ജനിച്ചയാളാണ്. അപ്പോൾ ഒന്നുകിൽ ബോൺ അഗെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്ന് പറയാം. ബോൺ അഗെയിൻ ക്രിസ്ത്യൻ എന്ന് പറയേണ്ടതില്ല. പോകട്ടെ. ഈ പുതുജനനം എന്ന ഈ വാക്ക് പലപ്പോഴും നമ്മൾ വീണ്ടും ജനനം എന്നാണ് സർവ്വസാധാരണമായി ഉപയോഗിച്ച് കാണാറുള്ളത്. ഇതിൽ ഏത് വാക്കാണ് ശരി? പുതുജനനം എന്ന വാക്കാണോ വീണ്ടും ജനനം എന്ന വാക്കാണോ ശരി? വേദപുസ്തകം ഉപയോഗിക്കുന്ന വാക്ക് പുതുജനനം എന്ന, എന്നാൽ നമ്മുടെ തക്സായിൽ വീണ്ടും ജനനം എന്നാണ്. അത് മാറ്റി പുതുജനനമാക്കുന്നതാണ് കുറച്ചുകൂടെ നമ്മുടെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാവാനുള്ള ഒരു നല്ല വഴി. പറയാനേ നമുക്ക് പറ്റത്തുള്ളൂ. ചില വാക്കുകൾ പറഞ്ഞ് അത് ശരിയാണെന്ന് ചിന്തിച്ചു വശായിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കുറെ കാലമായി ഒരു പ്രത്യേക വാക്ക് ഉപയോഗിച്ചു എന്നതുകൊണ്ട് അത് തിരുത്താൻ പാടില്ലാത്തതാണ് എന്ന് നമ്മൾ കരുതരുത്. കഴിഞ്ഞ നവംബർ മാസം 25 നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ അദ്ദേഹത്തിന് ഉപദേശം നൽകുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദൈവശാസ്ത്രപരമായ കാര്യങ്ങളിൽ ഗുണദോഷം പറയുന്ന ഒരു കൗൺസിലുണ്ട്. അത് ആ വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള ആളാണ്, അല്ലാതെ ശിങ്കിടികളുടെ ഒരു സംഘടനയല്ല. അതിന് പറയുന്നത് ഡീകാസ്ട്രി എന്നാണ്. ഡീകാസ്ട്രി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത്. ഇതൊരു ചെറിയ കാര്യമല്ല. ഓരോ വിഷയങ്ങളിലും നല്ല അവഗാഹവും നല്ല ജ്ഞാനവും ഇരുത്തം വന്ന വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷിയുള്ള മനുഷ്യരുടെ കൂട്ടായ്മയാണ് ഡീകാസ്ട്രി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത്. അവരുടെ ഒരു സൂക്ഷ്മ ദൃഷ്ടിയിൽ, അവരുടെ റഡാറിൽ പതിഞ്ഞ ഒരു കാര്യം, യേശുവിൻ്റെ അമ്മയായ മറിയത്തെ സഹരക്ഷക എന്നത് കഴിഞ്ഞ ഒരുപക്ഷെ ഒരു 600-700 വർഷങ്ങളായി കത്തോലിക്ക വിശ്വാസത്തിന്റെ ഭാഗമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കോസോറ്റേർ അല്ലെങ്കിൽ സഹരക്ഷക. എന്നാൽ ഇങ്ങനെ ഒരു പ്രയോഗം 500 വർഷമായാലും 600 വർഷമായാലും അത് തെറ്റാണ്, അല്ലെങ്കിൽ അത് പൂർണ്ണമായും ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഡീകാസ്ട്രി പോപ്പിനോട് പറഞ്ഞു, ആ വാക്ക് നമുക്ക് ഒഴിവാക്കണം. അവരത് തിരുത്തി. ചില വാക്കുകളും അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മളെല്ലാവരും ആവശ്യം എന്ന് പറയും. എന്നാൽ ആവശ്യം എന്ന് പറഞ്ഞാൽ ആ പറയുന്നവൻ എന്തോ കുഴപ്പമുണ്ടെന്നാണ് നമ്മുടെ ചിന്ത. കാരണം നമ്മൾ ഈ വാക്ക് പറഞ്ഞ് ആ വാക്ക് അങ്ങനെയായി, തെറ്റ് ശരിയായി. ഞങ്ങൾ സെമിനാരിൽ ചെന്നപ്പോൾ AT ഫിലിപ്പച്ചൻ, ഞങ്ങളുടെ ഇവിടെ ആ സമയത്ത് പഠിച്ചവരൊക്കെ ഉണ്ട്, പഠിച്ചവരുണ്ടോന്ന് പറഞ്ഞുകൂടാ, സെമിനാരിൽ ഉണ്ടായിരുന്നവരുണ്ട്, ഇത് രണ്ടും ഒന്നല്ലല്ലോ. അപ്പം ഞങ്ങൾ UN സഖ്യത്തിലൊക്കെ സെക്രട്ടറിയായും ഒക്കെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹാർദവമായി സ്വാഗതം ചെയ്യും. അപ്പോൾ AT ഫിലിപ്പച്ചൻ ഞങ്ങളോട് പറഞ്ഞു, ഹാർദവമായി എന്ന് പറയരുത്, ഹാർദമായി. ഇനി ഇവിടെ ആരെങ്കിലും അങ്ങനെ ഹാർദമായി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എന്തോ വിദ്യാഭ്യാസം ഇല്ല എന്നാണ് നമ്മൾ. കാരണം നമ്മൾ ചില കാര്യങ്ങൾ ഉപയോഗിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഉപയോഗിച്ചതൊക്കെ ശരിയാണ് എന്ന് കരുതേണ്ടതില്ല. അതുകൊണ്ട് വീണ്ടും ജനനത്തെക്കാൾ കുറച്ചുകൂടെ വേദപുസ്തകത്തോടും മൂലഭാഷയോടും കൂടുതൽ ചേർന്ന് നിൽക്കുന്നതും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ നല്ലതുമായിരിക്കുന്നത് പുതുജനനം എന്ന വേദപുസ്തകത്തിലെ യോഹന്നാൻ സുവിശേഷകൻ തന്നെ ഉപയോഗിക്കുന്ന വാക്കായിരിക്കും. അപ്പോൾ ദൈവരാജ്യം കാണാനും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനും ഉള്ള നെസസറി കണ്ടീഷനാണ്. ഫിലോസഫി പഠിക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം, 2 കണ്ടീഷനാണ്. ഒന്ന് നെസസറി കണ്ടീഷൻ, 2 സഫീഷ്യന്റ് കണ്ടീഷൻ. എന്താണ് നെസസറി കണ്ടീഷൻ? ഓക്സിജൻ ഇല്ലാതെ തീ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, തീ ഉണ്ടാവണമെങ്കിൽ, അത് കത്തണമെങ്കിൽ ഓക്സിജൻ ഈസ് ആബ്സല്യൂട്ട്ലി റിക്വയർഡ്. അതുകൊണ്ട് ലെറ്റ് us born anew, നമുക്ക് പുതുതായി ജനിക്കണം. അതിന് കൊടുക്കാവുന്ന മറ്റൊരു വാക്ക് റീജനറേഷൻ എന്നാണ്. നമുക്കിനി വീണ്ടും വേദഭാഗത്തിന്റെ കുറച്ചുകൂടെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇവിടെ യേശു നിക്കോദിമോസിനോട് പറയുന്നു, നീ പുതുതായി ജനിക്കണം. അപ്പോൾ അതൊരു ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ബോൺ എ ന്യൂ എക്സ്പീരിയൻസ് ഈസ് നോട്ട് എ കൊറോണേഷൻ ബട്ട് എ ബിഗിനിങ്. പുതുതായി ജനിക്കുക എന്നത് ജനനം എന്ന വാക്കിൽ തന്നെ ഉണ്ട്, അത് ആരംഭമാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. അത് അതിൽ തന്നെ അവസാനിക്കുന്ന ഒന്നല്ല. അതൊരു പുതിയ തുടക്കം, പുതിയ ജീവിതം, അല്ലെങ്കിൽ അതൊരു ന്യൂ ബിഗിനിങ് എന്ന അർത്ഥത്തിലാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്,
ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, ന്യൂ ക്രിയേഷൻ എന്നാണ്. വേദപുസ്തകം വീണ്ടും പറയുന്നു, നിങ്ങൾ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരണം. അതുകൊണ്ട് ഒരു വളർച്ചയുടെ ആരംഭം എന്ന നിലയിലാണ് പുതുജനനത്തെ, അതൊരു ജനനമാണ്, അതൊരു ആരംഭമാണ്, അതിൽ തന്നെ അവസാനപ്പെടുന്ന ഒന്നല്ല. മാമോദീസായുടെ സമയത്ത് അല്ലെങ്കിൽ ജ്ഞാനസ്നാനത്തിന്റെ സമയത്ത് നമ്മുടെ ആരാധനക്രമത്തിൽ മാമോദീസ ക്രമത്തിലുണ്ടല്ലോ, അതായത് ഇത് നൽകപ്പെടുന്നത് എന്തിന്റെ ലക്ഷ്യമായിട്ടാണ്? പുത്രത്വത്തിന്റെ ലക്ഷ്യമായി. അതായത് ദൈവത്തിന്റെ പൈതലായി തീരുക എന്ന ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ എന്താണ് ജ്ഞാനസ്നാനത്തിന്റെ ലക്ഷ്യം? യേശുക്രിസ്തു എന്ന ജ്ഞാനത്തിലേക്ക്, യേശുക്രിസ്തു എന്ന അഭയത്തിലേക്ക്, യേശുക്രിസ്തു എന്ന അഭയപദത്തിലേക്ക്, യേശുക്രിസ്തു എന്ന ലോകത്തിന്റെ രക്ഷിതാവിന്റെ ആ അനുഭവത്തിലേക്ക് എത്തുന്ന പുത്രത്വത്തിന്റെ ലക്ഷ്യമായി. അപ്പോൾ ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ്. ബോൺ അന്യൂ ഈസ് എ ബിഗിനിങ്. അത് ഒരു ആരംഭമാണ്. അത് അധികം വിശദീകരിക്കാതെ തന്നെ നമുക്ക് വേഗത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്ന ഒന്നാണ്. 2, പുതുജനനം എന്നത് ഒരു മിസ്റ്ററിയാണ്, ഒരു മർമ്മമാണ്. ബോൺ അന്യൂ ഈസ് എ മിസ്റ്ററി. ഈ മിസ്റ്ററി എന്ന വാക്ക് നമുക്ക് പലതരത്തിൽ ഭാഷാന്തരം ചെയ്യാം. രഹസ്യം എന്ന് നമുക്ക് പറയാം, പക്ഷെ അതിന് സീക്രട്ട് എന്നും നമുക്ക് പറയാം. ചിലരതിനെ പരിഭാഷപ്പെടുത്തുന്നത് നിഗൂഢത എന്നാണ്. എന്നാൽ വേദപുസ്തക അർത്ഥത്തിൽ മിസ്റ്ററി എന്നത് നിഗൂഢതയോ അല്ലെങ്കിൽ രഹസ്യമോ അല്ല, അതൊരു മർമ്മമാണ്. രഹസ്യവും മർമ്മവും തമ്മിൽ വേണമെങ്കിൽ ബന്ധപ്പെടുത്താമെങ്കിലും അത് രണ്ടും ഒന്നല്ല. എന്താണ് മർമ്മം? മർമ്മം എന്നതുകൊണ്ട് നമുക്ക് അറിയാത്തത് എന്നല്ല, നമുക്ക് വിശദീകരിക്കാനാവാത്തതും നമ്മുടെ ബുദ്ധിക്ക് വഴങ്ങാത്തതുമായ ഒരു കാര്യമാണ്. ഈ 6-ാമത്തെ വാക്യത്തിൽ നിക്കോദിമോസ് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പുതുതായി ജനിക്കുന്നത്? പുള്ളിക്കത് മനസ്സിലാവുന്നില്ല. വീണ്ടും അമ്മയുടെ ഉദരത്തിലോട്ട് പോകണമെന്നാണോ? അപ്പോൾ അവിടെ യേശു പറയുന്നുണ്ട്, പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക. അപ്പോൾ എങ്ങനെയാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നത്? അതൊരു മിസ്റ്ററിയാണ്. ഞാനത് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, മിസ്റ്ററി എന്ന വാക്ക് നിഗൂഢതയല്ല, രഹസ്യമല്ല, അതൊരു മർമ്മമാണ്. ഈ മർമ്മം എന്ന അല്ലെങ്കിൽ മിസ്റ്ററി എന്ന വാക്കിന് നമ്മൾ അതിൻ്റെ ഒരു മൂല ഭാഷ അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിലോട്ട് പോയാൽ ഈ മുസ്റ്റീരിയോൻ അല്ലെങ്കിൽ മിസ്റ്ററി എന്ന വാക്ക് അത് ഉണ്ടായത് ഒരു പ്രത്യേക ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഒരു ഗ്രീക്കൊക്കെ പറഞ്ഞില്ലേ പിന്നെ ഒരു പണ്ഡിതനാണെന്ന് നിങ്ങൾ സമ്മതിക്കത്തില്ല. അതിനുവേണ്ടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ, ബന്ധമില്ലെങ്കിൽ അങ്ങ് വിട്ടേ. അപ്പോൾ ആ വാക്ക് മുവോ എന്നാണ്. അതിൽ നിന്നാണ് മുസ്റ്റീരിയോൻ, മുവോ എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ വായടയ്ക്കുക എന്നാണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്ലോസിംഗ് വൺസ് ഐസ്. അങ്ങനെയാണെങ്കിൽ മർമ്മം എന്ന് പറയുന്നത് എന്താണ്? മർമ്മം എന്നത് കണ്ണടയ്ക്കുമ്പോൾ കാണുന്നതും കണ്ണടച്ചാൽ അപ്രത്യക്ഷതമാകുന്ന ഒന്നാണ് മർമ്മം. എന്നാൽ കണ്ണു തുറന്നാലും കാണാത്തത് മയോപ്പിയയാണ്. ഇതെല്ലാം ഒരു മൂലവാക്കിൽ നിന്നുണ്ടായതാണ്. നമുക്ക് കുറച്ചൊക്കെ വേണമെങ്കിൽ അതിനെ വിശദീകരിക്കാമെന്നല്ലാതെ മർമ്മം എന്നത്, എങ്ങനെയാണ് പുതുജനനം സംഭവിക്കുന്നത് എന്നത് ബുദ്ധിക്ക് വഴങ്ങുന്നതല്ല, വിശദീകരിക്കാനാവുന്നതുമല്ല. ഒരു കുട്ടി ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത്യാവശ്യം സ്കൂൾ വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും അറിയാം. അത് സ്ത്രീ പുരുഷ സംസർഗത്തിലൂടെയാണ്. അണ്ടമെന്നും ബീജമെന്നും ഒക്കെ നമ്മൾ പറയും. എന്നാൽ അതിനപ്പുറത്തേക്ക് പറയാൻ നമുക്ക് കഴിയത്തില്ല. എങ്ങനെയാണ് ജീവൻ ഉണ്ടാകുന്നത്? നമുക്കറിയാം, ജീവൻ ഉണ്ടാകുന്നതിൻ്റെ പ്രോസസ്സ് വേണമെങ്കിൽ പറയാം. പക്ഷെ എങ്ങനെയാണ് ഒരു ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നത് ഇതുവരെയും ശാസ്ത്രത്തിന് വഴങ്ങാത്ത ഒന്നാണ്. അതിൻ്റെ പേരാണ് മിസ്റ്ററി അല്ലെങ്കിൽ മർമ്മം. യേശു പറയുകയാണ്, പുതുജനനം എന്നതിൻ്റെ അർത്ഥം മുകളിൽ നിന്ന് ജനിക്കുക. അച്ഛന്മാരിത് പലതവണ പള്ളികളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ആ ഗ്രീക്ക് വാക്കൊന്നും പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ലല്ലോ. പുതുജനനം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ജനിക്കുക, ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നാണ് അർത്ഥം.
ബോൺ ഫ്രം എബവ്. യേശു തന്നെ പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ, ഞാനോ മുകളിൽ നിന്നുള്ളവൻ, നിങ്ങളോ താഴെ നിന്നുള്ളവർ. ഐ ആം ഫ്രം എബവ് ആൻഡ് യു ആർ ഫ്രം ബിലോ. അതുകൊണ്ട് മുകളിൽ നിന്നുള്ള ജനനം എങ്ങനെയാണ് സംഭവിക്കേണ്ടത്? അത് വെള്ളത്താലും ആത്മാവിനാലുമാണ്. നമ്മൾ അതിൻ്റെ ഒരു മലയാളത്തിൽ ഒരുപക്ഷെ അത്രയും അങ്ങോട്ട് വ്യക്തമായില്ലെങ്കിലും അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ബോൺ ഓഫ് വാട്ടർ ആൻഡ് സ്പിരിറ്റ്. ഇത് വെള്ളത്തിനും ആത്മാവിനും കൂടെ ഒരൊറ്റ പ്രപ്പോസിഷനാണ്. ഓഫ്, ഒ എഫ് എന്ന ഒരൊറ്റ പ്രപ്പോസിഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വെള്ളത്താൽ ജനിക്കുക, ആത്മാവിനാൽ ജനിക്കുക എന്നത് രണ്ട് പ്രക്രിയയല്ല, അത് ഒരേ പ്രക്രിയയാണ്. വെള്ളം ദൃശ്യമായും ആത്മാവിനാലുള്ള ജനനം അദൃശ്യമായും. വീണ്ടും യേശു പറയുന്നുണ്ട്, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറയുന്നത് കാറ്റിനാൽ ജനിക്കുന്നത് പോലെയാണ്, ബോൺ ഓഫ് വിൻഡ്. കാരണം ആത്മാവിന് ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെയാണ് കാറ്റിനും ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ആത്മാവിൻ്റെ പര്യായ പദങ്ങളാണ്. നമ്മുടെ മാമോദീസായിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്നത് വിശദീകരിക്കാൻ പൂർണ്ണമായും സാധിക്കാത്തത് കൊണ്ട് ചില സിംബൽസിലൂടെയാണ് സഭ അത് നമ്മളെ പഠിപ്പിക്കുന്നത്. ചില പ്രതീകങ്ങളിലൂടെ, ചില സയൻസിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ധാരാളം ആളുകൾക്കും ഈ സയൻസ് ആൻഡ് സിംബൽസ് എന്നൊക്കെ കേട്ടാൽ ചതുർത്ഥിയാണ്. ഞങ്ങൾക്കൊരു റിച്വലുമില്ല, ഞങ്ങൾക്കൊരു സൈനുമില്ല എന്ന് പറയുന്നവർക്ക് സിംബലുണ്ട്, സൈനുണ്ട്, റിച്വലുണ്ട്. സാധാരണഗതിയിൽ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അവരെ രക്തസാക്ഷി മണ്ഡപത്തിൽ പൂജ അർപ്പിക്കുമ്പോൾ, അതെല്ലാം പൂജയല്ല, പൂക്കൾ അർപ്പിക്കുമ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഈൻ ഗുലാബ് സിന്ദാബ വിളിക്കും. എന്തിനാണ് ഇങ്ങനെ വെക്കുന്നത്? പോക്കറ്റ് കൈയിട്ടുകൊണ്ട് പറഞ്ഞാൽ പോരെ? ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ അല്ലാതെ ഈൻ ഗുലാബ് വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരാളെ കാണിച്ചു. അതൊരു റിച്വലാണ്, അതൊരു സൈനാണ്. എന്തിനാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ പൂക്കൾ അർപ്പിക്കുന്നത്? നമ്മൾ കല്ലറയിൽ പോയാൽ കുഴപ്പമാണ്. ഞാൻ എൻ്റെ അമ്മയുടെ കല്ലറയുടെ പോവും. ഞാൻ പിന്നെ എൻ്റെ അമ്മയുടെ കല്ലറയല്ല, പിന്നെ കുഞ്ഞമ്മയുടെ കല്ലറ പോകാൻ പറ്റൂ? എന്തിനാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ പൂക്കൾ അർപ്പിക്കുന്നത്? അതൊരു റിച്വലാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സൈനിലൂടെയും സിംബലിലൂടെയുമാണ്. ഇപ്പൊ കല്യാണത്തിന് ഒരു റിച്വലും ഇല്ലെന്ന് പറയുന്നവർ പോലും, എന്ന് പറയുന്ന അങ്ങനെയുള്ള സഭാവിഭാഗങ്ങൾ പോലും കല്യാണത്തിന്റെ സമയത്ത് ചെറുക്കനെയും പെണ്ണിനെയും കൂടെ ദൈവം നിങ്ങളെ യോജിപ്പിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് എന്തോ ചെയ്യും? കൈകൂട്ടി പിടിപ്പിക്കും. കൈകൂട്ടി പിടിപ്പിച്ചാലേ കുഴപ്പമുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യം. കാരണം ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചില സയൻസ് ആൻഡ് സിംബൽസ് വേണം. ആവട്ടെ, ഇവിടുന്ന് പോകണമല്ലോ. അപ്പോൾ ഈ ചൂടുവെള്ളവും തണുത്ത വെള്ളവും എന്തിനാണ് മാമോദീസ തൊട്ടിയിൽ ഒഴിക്കുന്നത്? പനി വരാതിരിക്കാനാണെന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത്. ചൂടുവെള്ളം എന്നത് ചൂട് അല്ലെങ്കിൽ ഫയർ എന്നതിൻ്റെ പ്രതീകമാണ്, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. തണുത്ത വെള്ളം എന്നത് നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് when the water breaks, it is one of the signs that the child is coming. ഒരു കുഞ്ഞ് പിറക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് ബ്രേക്കിംഗ് ഓഫ് വാട്ടർ. അതുകൊണ്ട് മാമോദീസ തൊട്ടിയിൽ വെള്ളം എന്ന് പറയുന്നത് ഒരു പുതുജനനത്തിൻ്റെയും, അത് വെള്ളത്തിലൂടെ മാത്രമല്ല പരിശുദ്ധാത്മാവിനാലും സംഭവിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായിട്ടാണ്. അപ്പം ചോദിക്കും, അച്ഛാ ഇച്ചിരി പരിശുദ്ധാത്മാവ് കൂടുന്നതിന് കുഴപ്പമുണ്ടോ? കൂടുതൽ ചൂടുവെള്ളം ഒഴിച്ചാൽ കുഴപ്പമുണ്ടോ? അതൊക്കെ സിനോഡിനോട് ആലോചിച്ച് വെച്ച് എത്ര വെള്ളം ഒഴിക്കണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എന്നാൽ ഇത് സിംബോളിക്കായിട്ട് നമ്മൾ അതിനെ കണ്ടാൽ മതി. ഇവിടെ യേശു കർത്താവ് വിശദീകരിക്കുന്ന ഒരു കാര്യം, ആത്മാവിനാലുള്ള ജനനം എന്നത് രഹസ്യമാണ്. ഇതെങ്ങനെ വിശദീകരിക്കാം? അതിനാണ് യേശു കർത്താവ് പറയുന്നത്, ആത്മാവിനാൽ ജനിച്ചവൻ എല്ലാം കാറ്റ് പോലെയാണ്. കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതൊരു മിസ്റ്ററിയാണ്. പക്ഷേ കാറ്റിന്റെ ഇഫക്റ്റ് നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ജ്ഞാനസ്നാനം എന്നത് ഒരു മിസ്റ്ററിയാണ്. ബട്ട് യു ക്യാൻ സീ ഇറ്റ്സ് ഇഫക്റ്റ് ഇൻ ഹിസ്റ്ററി. യു ക്യാൻ എക്സ്പീരിയൻസ് ദ വെരി ഇഫക്റ്റ് ഓഫ് ബാപ്റ്റിസം ഇൻ ഹിസ്റ്ററി. അതുകൊണ്ട് എങ്ങനെയാണ് പുതുജനനം നടക്കുന്നത് എന്ന രഹസ്യം, എന്ന മർമ്മം കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുന്നത് പോലെയാണ്. അത് വിശദീകരിക്കാനാവില്ല, ബുദ്ധിക്ക് വഴങ്ങുമില്ല. കാറ്റ് എവിടെ നിന്ന് വന്നാലും കൊള്ളാം, പക്ഷേ അതിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കും. അതുകൊണ്ട് ഒരാൾ ആത്മാവിൽ ജനിക്കുമ്പോൾ, പുതുതായി ജനിക്കുമ്പോൾ എങ്ങനെയാണ് പുതുജനനം സംഭവിക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിലും പുതുതായി ജനിച്ച ഒരാളുടെ ജീവിതം
ചരിത്രത്തിൽ ചില അടയാളങ്ങൾ അവശേഷിപ്പിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വെള്ളത്തിൽ മാത്രമല്ല, ഉള്ളത്തിലും ജനിക്കണം. വെള്ളത്തിൽ മാത്രമാണ് അങ്ങനെയല്ല, വെള്ളത്തിൽ ജനിക്കണം, ഉള്ളത്തിലും ജനിക്കണം. അങ്ങനെ വെള്ളത്തിലും ഉള്ളത്തിലും, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്ന മനുഷ്യർ, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം എഴുതിയ അതേ ആള് തന്നെയാണ് യോഹന്നാൻ ലേഖനങ്ങളും എഴുതിയത്. അതുകൊണ്ട് തന്നെ ഒരേ ദർശനമാണ് ഈ 4 പുസ്തകങ്ങളും പങ്കുവയ്ക്കുന്നത്. യോഹന്നാന് വളരെ പ്രിയപ്പെട്ട ഒരു പ്രയോഗമാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ബോൺ അന്യൂ, പുതുതായി ജനിക്കുക എന്നതിന്റെ അർത്ഥം ബോൺ ഫ്രം എബവ്. ബോൺ ഫ്രം എബവ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നാണ്. അതുകൊണ്ട് യോഹന്നാന് വളരെ പ്രിയപ്പെട്ട ഒരു പ്രയോഗമാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുക. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഒരാൾ പുതുതായി ജനിക്കുന്നത് രഹസ്യമാണെങ്കിലും പുതുജനനത്തിന്റെ അടയാളങ്ങൾ ഹിസ്റ്ററിയിൽ കാണാം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പുതുതായി ജനിക്കുന്ന മനുഷ്യന്റെ ജീവിതം ചരിത്രത്തിൽ പുതുജനനത്തിന്റെ അടയാളങ്ങളാണ്. സ്നേഹിക്കുന്ന ആളുകൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഒരാൾ ജനിച്ചതാണോ, പുതുജനനം പ്രാപിച്ച ആളാണോ, പുള്ളി ബോൺ ആൻഡ് ന്യൂ ആണോ എന്നൊക്കെ അറിയാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, സ്നേഹമുള്ള ആളാണോ. കാരണം ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ദൈവത്തിന്റെ സ്വഭാവം കാണിക്കും. നമ്മൾ ചിലരോട് പറയത്തില്ലേ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിന്റെ അപ്പന്റെ ഗുണമാണെന്ന് നമ്മൾ പറയും. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിന്റെ DNA കാണിക്കും. എന്താണ് ദൈവത്തിന്റെ DNA? ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ജനിക്കുക, പുതുതായി ജനിക്കുക, മുകളിൽ നിന്ന് ജനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിന്റെ DNA ഉള്ളവരായി ജീവിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ DNA എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുക. അല്ലാതെ മീശ പഠിച്ചതുകൊണ്ടും താടി പഠിച്ചതുകൊണ്ടും അല്ല പുതുജനനത്തിന്റെ അടയാളം. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം മീശ പഠിക്കണമെന്നാണ്? ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം താടി പഠിക്കണമെന്നാണ്? അല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തെ പോലെ സ്നേഹിക്കും, ദൈവം സ്നേഹിക്കുന്നവരെ സ്നേഹിക്കും. കാരണം ദൈവം സ്നേഹമാണ്, ദൈവത്തിന്റെ DNA സ്നേഹമാണ്. തീരുന്നില്ല. വീണ്ടും നമ്മൾ ഈ വേദഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവുമാകുന്നു. അപ്പോൾ 2 തരത്തിലുള്ള ജനനമുണ്ട്. ജഡത്താലുള്ള ജനനം, ജഡത്താൽ ജനിച്ചവർ ജഡീകമായി ചിന്തിക്കും. ആത്മാവിനാൽ ജനിച്ചത് ദൈവാത്മാവിന് ചേരുന്നത് പോലെ ചിന്തിക്കും. ഇനി എന്താണ് ജഡത്താലുള്ള ജനനം, ജഡത്തിലുള്ള ജനനം എന്നത്, ആത്മാവിലുള്ള ജനനം എന്നത്? നമുക്കതിനെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഞാനൊരു വാക്ക് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, പരിച്ഛേദന യുക്തി, സർക്കംസിഷൻ ലോജിക്. നിക്കോദിമോസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം, പരിച്ഛേദന എന്നത് ജഡത്തിൽ സംഭവിക്കുന്ന മാറ്റമാണ്. അതായത് പരിച്ഛേദനയിലൂടെ ഒരാൾ യഹൂദനായി മാറുകയാണ്. അപ്പോൾ ജഡത്തിലുള്ള ജനനം എന്നത് ഒരു വംശത്തിന്റെ, ഒരു കുലത്തിന്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യ വംശത്തിന്റെ ഭാഗമാവുകയാണ്. മനുഷ്യവംശത്തിന്റെ ഭാഗമാകുന്നതല്ല പുതുജനനം. ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ ഒരു വംശത്തിന്റെയോ ഭാഗമാവുന്നത് പരിച്ഛേദനയുടെ യുക്തിയാണ്. സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യന് ഒരു ആമുഖം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു ആമയെക്കുറിച്ച് പറയുന്നു. ഒരു കുളത്തിൽ കിടക്കുന്ന ആമയെ രക്ഷപ്പെടുത്തി. പക്ഷേ ഈ കുളത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആമ വേറൊരു കുളത്തിൽ പോയി. അപ്പൊ കുളം മാറുന്നതല്ല പുതുജനനം. അത് ഒരു വംശത്തിൽ നിന്നും മറ്റൊരു വംശത്തിലേക്ക്, ഒരു സഭയിൽ നിന്നും മറ്റൊരു സഭയിലേക്ക്, ഒരു കുലത്തിൽ നിന്നും ഒരു ജാതിയിൽ നിന്നും മറ്റൊരു കുളം മാറുന്നതല്ല. അതുകൊണ്ട് പരിച്ഛേദനയുടെ യുക്തിയോടുകൂടെ പുതുജനനത്തെ കാണരുത്. ഇനി മാത്രവുമല്ല, ഈ ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നത് ഇന്ത്യൻ പാരമ്പര്യത്തിൽ വളരെ സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒരു പ്രയോഗമാണ്. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ ചാതുർവർണ്ണയങ്ങളുടെ വ്യവസ്ഥയുടെയും ജാതി വ്യവസ്ഥയുടെയും അയിത്ത സമ്പ്രദായത്തിൻ്റെയും എല്ലാം കാരണം ചില ആളുകൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരും ചില ആളുകൾ അല്ലാത്തവരുമാണ്. ഇത് പരിച്ഛേദനയുടെ യുക്തിയല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന പ്രയോഗം നമ്മുടെ നാട്ടിലെ അയിത്ത സമ്പ്രദായം അനുസരിച്ച്, ജാതി വ്യവസ്ഥിതി അനുസരിച്ച്
അങ്ങനെയുള്ളവരും പറയുന്നത് ചില പ്രത്യേക വിഭാഗത്തിലുള്ളവർ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. ആ അർത്ഥത്തിലാണോ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എന്ന് പറയുന്നത്? ആണെങ്കിൽ അത് പരിച്ഛേദനയുടെ യുക്തിയാണ്. അതുകൊണ്ട് ഒരു ഉയർന്ന ജാതിയായി ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതായതുകൊണ്ട് എൻ്റെ ശരീരം മറ്റു മനുഷ്യ ശരീരങ്ങളെക്കാൾ എന്തോ സവിശേഷതയുണ്ട് എന്ന് ചിന്തിക്കുന്നതല്ല പുതുജനനം. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതിനെ നിങ്ങൾക്ക് ജാതിക്കുള്ള ന്യായീകരണമായി ഉപയോഗിക്കാം. യഹൂദന്മാർ പറയുന്നു ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, അതുകൊണ്ട് തന്നെ യഹൂദന്റെ ശരീരം മറ്റു മനുഷ്യരുടെ ശരീരങ്ങളെക്കാൾ വിശേഷതയുള്ളതാണ്. അങ്ങനെയും ദൈവത്തിൽ നിന്നുള്ള ജനനത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അതുകൊണ്ട് പുതുജനനം അല്ലെങ്കിൽ സ്നാനം എന്നത് ഈ ഉടുപ്പി പോലെയുള്ള പ്രദേശങ്ങളിലുള്ള മടേ സ്നാന പോലെയുള്ള ഒരു സ്നാനമല്ല. എന്താണ് മടേ സ്നാനം? ബ്രാഹ്മണന്മാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവരുടെ ഇലയിൽ എച്ചിൽ അവശേഷിപ്പിക്കും. ഈ എച്ചിലിൽ കിടന്ന് ഉരുളുമ്പോഴാണ് മോക്ഷം കിട്ടുന്നതിന്റെ പേരാണ് മടേ സ്നാനം. അതുകൊണ്ട് മടേ സ്നാനം അല്ല ക്രിസ്തീയ സ്നാനം. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം ഈ നാട്ടിലെ മറ്റു മനുഷ്യരുടെ ശരീരങ്ങളെക്കാൾ ഏതാണ്ട് കൂടിയ ജനുസിൽപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്നതല്ല. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അത് ജാതി സമ്പ്രദായം മാത്രമാണ്. അങ്ങനെ വെള്ളത്തിൽ വീഴുമ്പോൾ അത് കുറുക്കൻ വെള്ളത്തിൽ വീണതുപോലെയുള്ളൂ. അതുകൊണ്ട് സ്നാനം എന്നത് വെള്ളത്തിലുള്ള ജനനമല്ല, ഉള്ളത്തിലുള്ള ജനനമാണ്. കുറുക്കൻ നീലവെള്ളത്തിൽ വീണ കഥ നിങ്ങൾക്കറിയാം. നീലവെള്ളത്തിൽ വീണു, നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ്. എന്നാലും ഇരിക്കുന്ന കണ്ട ആദ്യമായിട്ടാണിത്. എനിക്കൊരു സമാധാനം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണെന്ന് എനിക്കറിയാം. അപ്പൊ കുറുക്കൻ നീലവെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണ് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് പുള്ളി ആകെ മാറി. പുള്ളിക്ക് തന്നെ പുള്ളി എന്തോ കൂടിയ ഇനമാണെന്ന് അങ്ങ് തോന്നി. അപ്പൊ ഇങ്ങനെ നടക്കുന്നു, പെട്ടെന്ന് മറ്റുള്ളവർ തൊഴുന്നു, എഴുന്നേക്കുന്നു. സംഭവം കൊള്ളാം. ഓരോരുത്തരായിട്ട് വീഴുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സിംഹം വരുന്നു. ഇന്നലെ വരെ കണ്ട മൈൻഡ് ചെയ്യാത്തവരെല്ലാം വന്ന് മൈൻഡ് ചെയ്യുന്നു. ഇങ്ങോട്ടിരിക്കുക അങ്ങോട്ടിരിക്കുക എന്നൊക്കെ പറയുന്നു. അവിടെയൊക്കെ പിടിച്ചിരുത്തി. രാത്രിയായി. സിംഹമൊക്കെ വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത്, ഇത്രയും വലിയ ആളല്ലേ ഇവിടെ താമസിച്ചു, നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു, സുഖമായിട്ട് കിടന്നുറങ്ങി. രാത്രി ഈ ഗുഹയുടെ അങ്ങേ കരയിൽ കിടന്ന് കുറുക്കന്മാർ ഓരിയിടാൻ തുടങ്ങി. കുറച്ചു നേരമൊക്കെ പിടിച്ചു നിന്നു. പുള്ളിക്ക് കൺട്രോൾ കിട്ടുപോവുക. കാരണം പുറത്തു മാത്രമേ ഉള്ളൂ, അകത്തിപ്പോഴും ഉള്ളിൽ കുറുക്കൻ തന്നെയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചു നിന്നു. അവസാനം പുള്ളിക്ക് നിയന്ത്രണം വിട്ട് പുള്ളി ഓരിയിടാൻ തുടങ്ങി. വെള്ളത്തിൽ ജനിച്ചവൻ ഓരിയിട്ടുകൊണ്ടിരിക്കും. കാരണം വെള്ളത്തിൽ വീഴുന്നത് കൊണ്ട് കുറുക്കൻ അല്ലാതാവില്ല. പുതുജനനം എന്നത് വെള്ളത്തിലല്ല, ഉള്ളത്തിൽ സംഭവിക്കണം. എങ്ങനെയാണ് ഉള്ളത്തിൽ സംഭവിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. പക്ഷേ അതിന്റെ ഇഫക്റ്റ് കാറ്റ് പോലെയാണ്. അതെവിടെ നിന്ന് വരുന്നുവെന്നറിയില്ല, പക്ഷെ അതിന്റെ ശബ്ദം നീ കേൾക്കുകയാണ്. അതുകൊണ്ട് എന്താണ് പുതുജനനം? പുതുജനനത്തിലൂടെ നമ്മളൊരു സവർണ ശരീരമായി, ഒരു ഉന്നത ജാതിയായി, ഒരു പ്രത്യേക വർഗമായി മാറുകയല്ല, ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. യേശുവിൽ വിളങ്ങിയതായ മനുഷ്യത്വത്തിലേക്ക് മാറുന്നതിൻ്റെ പേരാണ് പുതുജനനം. എന്നാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ് ആത്മാവിനാലുള്ള ജനനം. എന്താണ് ആത്മാവിലുള്ള ജനനം? പൗലോസ് അപ്പോസ്തലൻ 2 ഭാഗങ്ങളിൽ അതിൻ്റെ ചില സൂചനകൾ തരുന്നുണ്ട്. വേഗം പറഞ്ഞു പോവാം. ഹൃദയത്തിന്റെ പരിച്ഛേദന, സർക്കംസിഷൻ ഓഫ് ദ ഹാർട്ട്. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. സർക്കംസിഷൻ വിത്തൗട്ട് ഹാൻഡ്സ്. കൊലോസിയർ 2:11. നമ്മൾ ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. എന്താണ് പുതു മനുഷ്യനാവുക? പൗലോസ് പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ, ഒരുവൻ ആത്മാവിൽ ജനിച്ചാൽ അവൻ ഒരു പുതിയ മനുഷ്യനാവുകയാണ്. എന്താണ് പുതിയ മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ അതിന് പല വിശദീകരണങ്ങൾ നൽകാവുന്നതാണ്. എന്നാൽ പൗലോസിന്റെ ലേഖനങ്ങളിലെ ചില വാക്യങ്ങളുടെ സഹായത്തോടുകൂടെ വേഗത്തിൽ ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരുവൻ ക്രിസ്തുവിലായാൽ എന്ത് സംഭവിക്കും? ക്രിസ്തു അവന്റെ പ്രശംസാ വിഷയമാകും. വെൻ യു ആർ ബോൺ എ ന്യൂ, നിങ്ങൾ പുതുതായി ജനിക്കുന്നെങ്കിൽ, ആത്മാവിൽ ജനിക്കുന്നെങ്കിൽ, നിങ്ങളുടെ അഭിമാന വിഷയം ക്രിസ്തുവായി മാറും. പൗലോസ് അപ്പോസ്തലൻ കൃത്യമായി പറയുന്നുണ്ട്, ഞാൻ പ്രശംസിക്കുന്നെങ്കിൽ അത് കർത്താവിലും കർത്താവിന്റെ ക്രൂശിലുമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു യഥാർത്ഥത്തിൽ പുതുതായി ജനിച്ച ഒരാളെ മനസ്സിലാക്കാൻ കഴിയുന്നത്? ജഡത്തിൽ നിന്ന് ജനിച്ച ആളുകൾക്ക് അവരുടെ അഭിമാന വിഷയങ്ങൾ മറ്റു പലതുമാണ്. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്?
ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്, ഞാൻ പരീശനാണ്, ഞാൻ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചതാണ്. അങ്ങനെ ജഡപ്രകാരം എനിക്ക് അഭിമാനിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എൻ്റെ കുലമഹിമ, എൻ്റെ ജാതി മഹിമ, എൻ്റെ ശരീരമഹിമ. ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്, ഞാൻ വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ്, ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച ആളാണ്. പക്ഷേ ഞാൻ ജഡപ്രകാരം അല്ല ഇപ്പോൾ ജീവിക്കുന്നത്. ജഡപ്രകാരം ജീവിക്കുന്നവൻ അവന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചും, ജഡപ്രകാരം ജീവിക്കുന്നവൻ അവന്റെ ഡോക്ടറേറ്റിനെ കുറിച്ചും, ജഡപ്രകാരം ജീവിക്കുന്നവൻ അവന്റെ ജാതി മഹിമയെ കുറിച്ചും, ജഡപ്രകാരം ജീവിക്കുന്നവൻ അവന്റെ കുടുംബ മഹിമയെ കുറിച്ചും അഭിമാനിക്കുമ്പോൾ ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ പറയുന്നു, ഞാൻ ക്രിസ്തു നിമിത്തം എന്റെ കുലമഹിമ, എന്റെ വിദ്യാഭ്യാസം എല്ലാം ഞാൻ ചപ്പന്നും ചവറന്നും എണ്ണുകയാണ്. അതുകൊണ്ട് നമ്മുടെ പൊങ്ങച്ചത്തിന്റെ വിഷയങ്ങൾ മാറുകയാണ്. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷ പറഞ്ഞാൽ, ഐ കൺസിഡർ ഓൾ ദീസ് ആസ് റബ്ബിഷ്. അങ്ങനെയാണ് ഇംഗ്ലീഷ് പരിഭാഷ. എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഒരു പുല്ലുവിലയില്ല. എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ കുലമഹിമ, എൻ്റെ സ്ഥാനം, ഇതൊന്നുമല്ല എൻ്റെ പ്രശംസാ വിഷയം. പ്രശംസിക്കുന്നവൻ കർത്താവിലും അവൻ്റെ ക്രൂശിലും പ്രശംസിക്കട്ടെ. നമ്മളൊക്കെ പള്ളികളിലൊക്കെ വരുമ്പോൾ എന്താണ് നമ്മുടെ അഭിമാന വിഷയം? പള്ളിക്ക് സ്ഥലം കൊടുത്തത്, ഏതെങ്കിലും ഒരു സാമ്പത്തികമായി ചെറിയ കാര്യങ്ങൾ ചെയ്തത്, ഇതൊക്കെയാണോ നമ്മുടെ അഭിമാന വിഷയം? അല്ലെങ്കിൽ പള്ളിയിൽ ഒരു 20 കൊല്ലം സെക്രട്ടറി ആയിരുന്നു, 10-200 ഉഴുന്നുവട തിന്നു, ഇതൊക്കെയാണോ അഭിമാന വിഷയം? ഇന്ന് ഓരോ പള്ളികളിലും നമ്മൾ നോക്കിയാൽ നമ്മൾ അഭിമാനിക്കുന്നതൊന്നും ക്രിസ്തുവിനെ കുറിച്ചല്ല. എല്ലാം ജഡപ്രകാരമുള്ള കാര്യങ്ങളിലാണ് നമ്മൾ അഭിമാനിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ തിരുമേനിയുണ്ട്, അന്ത്യനായ വിധിയിൽ ഇതിനൊന്നിനും 5 പൈസയുടെ വിലയില്ല. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിൽ നല്ലത് കിട്ടും. അതുകൊണ്ട് ഇന്ന് രാത്രി ആരാണ് പുതുതായി ജനിച്ച മനുഷ്യൻ, ആരാണ് ദൈവത്തിൽ നിന്ന് ജനിച്ച മനുഷ്യൻ? ദൈവ വിഷയമായി സമ്പന്നനാകാൻ താല്പര്യമുണ്ടോ? ഞാനൊരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ പറയുന്നതിന് കുഴപ്പമില്ല, സാധാരണ പള്ളിയിൽ ഇരുന്നപ്പോഴെന്നാ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ പ്രശ്നം, പള്ളിയുടെ ചരിത്രം. പള്ളി ഉണ്ടാവാനായി വിളിച്ചയാളാണോ സഭ സ്ഥാപിച്ചത്, അതോ വിളിക്കാനായി ആ മീറ്റിംഗ് നടന്ന വീടാണോ, ആ വീട്ടുകാരാണോ, ആരാണ് സഭ സ്ഥാപിച്ചത്? വലിയ പ്രശ്നമായി. അവസാനം ഒരു കാര്യം തീരുമാനിച്ചു, ചരിത്രം വേണ്ടാന്ന് തീരുമാനിച്ചു. എന്തിനെ കുറിച്ചാണ് ഈ അഭിമാനിക്കുന്നത്? ആത്മാവിനാൽ ജനിച്ചവൻ അഭിമാനിക്കുന്ന വിഷയം. അതുകൊണ്ട് ഈ പുതുതായി ജനിക്കുക എന്നത് മനസ്സിലാക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. സംഭവിക്കുന്നത് രഹസ്യമാണ്, പുതുജനനം. പക്ഷേ അതിൻ്റെ അടയാളപ്പെടുത്തലുകൾ കാണാം. നമ്മൾ എന്തിനെ കുറിച്ചാണ് അഭിമാനിക്കുന്നത്? എന്താണ് നമ്മുടെ പ്രശംസാ വിഷയം? ഏതോ ഒരു പള്ളി ചെന്നപ്പോൾ, പള്ളിയൊന്നും പറയത്തില്ല, ഫാനിൽ എഴുതി വെച്ചിരിക്കുക കുഞ്ഞുട്ടി, ഒറിജിനൽ പേരല്ല. ഫാനിടുമ്പോൾ കുഞ്ഞുട്ടി കുടുംബമായിട്ട് കിടന്ന് കറങ്ങുക, അതിൻ്റെ പലകത്തിൽ ഒരു പ്ലേറ്റ് എഴുതി വെക്കുക. ഇതൊന്നും അല്ല, ഇതൊക്കെ ജഡപ്രകാരം ജനിച്ച മനുഷ്യരുടെ പ്രശ്നമാണ്. ഇത് ഇവരെ നയിക്കുന്നത് പരിച്ഛേദനയുടെ യുക്തിയാണ്. നമ്മൾ ജഡപ്രകാരം ജനിച്ചതൊക്കെ ജഡമാണ്. ആത്മാവിനാൽ ജനിച്ചവൻ ക്രിസ്തുവിലും അവൻ്റെ ക്രൂശിലും മാത്രം പ്രശംസിക്കും. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. എന്താണ് പുതുജനനം? ഒന്ന്, അതൊരു തുടക്കമാണ്. 2, പുതുജനനം ഒരു രഹസ്യമാണ്. 3, പുതുജനനം എന്നത് നമ്മുടെ പ്രശംസാ വിഷയങ്ങളെ പുനർനിർണയിക്കുന്ന അനുഭവമാണ്. റീവിസിറ്റിംഗ് ആൻഡ് റീപ്രയോറിറ്റൈസിങ് അവർ പ്രയോറിറ്റീസ്. നമ്മുടെ മുൻഗണനകളെ പുനഃക്രമീകരിക്കുന്നു. നമ്മൾ ജനിച്ചത് ജഡത്താലാണോ ആത്മാവിനാലാണോ? ജഡത്താൽ ജനിച്ചവൻ കുലമഹിമയും കുടുംബമഹിമയും സവർണമഹിമയും ജാതി മഹിമയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരിപ്പോഴും യഹൂദന്റെ പരിച്ഛേദന കാലത്താണ് ജീവിക്കുന്നത്. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായാൽ, ഒരുവൻ പുതിയ സൃഷ്ടിയായാൽ, അവൻ ആത്മാവിൽ ജനിച്ചാൽ അവൻ്റെ അഭിമാന വിഷയം കർത്താവും കർത്താവിൻ്റെ ക്രൂശുമാണ്. അതുകൊണ്ട് പൗലോസിനോട് ചേർന്ന് പറയാം, കർത്താവേ, നിന്നിലല്ലാതെ, നിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും എനിക്ക് പ്രശംസിക്കാനിടയാകരുതേ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ് പുതുജനനം? ക്രിസ്തുവിൻ്റെ DNA ജീവിക്കുക, ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, ക്രിസ്തു സ്നേഹിച്ചവരെ സ്നേഹിക്കാം.
കർത്താവിൻ്റെ DNA യോട് കൂടെ ജീവിക്കുന്നതിൻ്റെ പേരാണ് പുതുജനനം.